ഷെയ്ഖുമ്പോൾ ഇവിടെ പാഷൻ ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുക. ഇത് പാഷൻ ഫ്രൂട്ട്സ് ഇവിടെ പത്തനംതിട്ട ജില്ലയല്ലേ, ഇത് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് കുറേ വീഡിയോ എടുത്തിട്ടില്ലേ, ഞങ്ങൾ വൈഫ് ഹൗസിന്റെ വീട്ടിൽ വന്നതാണ്. ഇത് വൈഫിന്റെ ഉപ്പയാണ്. ഇതൊരു വീഡിയോ വന്നിട്ടുണ്ട്, നാട്ടിൽ വന്നു വന്നത് അല്ലേ, കുഞ്ഞാപ്പു. അപ്പൊ ഞങ്ങളിവിടെ ചെറിയ പരിപാടിയാണ്, വിശേഷങ്ങളൊക്കെ ചെറുതായിട്ട് കാണിക്കാം. ഷെയ്ഖുമ്പോൾ ഇവിടെ പാഷൻ ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുക. ഇവിടെ പുറത്ത് ഈ മറ്റേ അത്തായ അത്തായാണോ വെച്ചത്? അത്തായ വെച്ചത് പാഷൻ ഫ്രൂട്ട്സ് ഞാനാണ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഓളെ ജ്യൂസ് ആക്കാനായിട്ട് അയാണിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മളവിടെ എല്ലാവരും ഇഷ്ടമായി. പഞ്ചായത്ത് രാവിലെ ഇട്ട് കൊടുത്ത പഞ്ചസാരയൊക്കെ കൂട്ടിട്ടേ ഇട്ട് കൊടുത്ത, പക്ഷെ അവൻ കുറച്ച് വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അതൊരു പൊളി ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പു വ്യാന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ഉള്ളത്തിന് ആദ്യത്തെ കറി വെച്ചിട്ട് ടാങ്കാ ഷുഗറിന് പറ്റിയതല്ലേ? അളിയെന്ത് അളിയോ വാ, അളിയൊരു ഉറക്കം വരുന്നത്. ഫൈനലി വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. കേക്കിന് പൈനാപ്പിൾ അല്ല, ആ പാഷൻ ഫ്രൂട്ടിന്റെ അതിന്റെ ഫ്ലഷും കൂടെ ഇട്ട് കൊണ്ടുവന്ന ടാങ്ക്. അപ്പൊ അതിനകത്ത് മറ്റേ പാഷൻ ഫ്രൂട്ടിന്റെ സത്യത്തില്ലേ, ഫ്ലഷ് ഇട്ടിട്ട് അതിനകത്ത് ഇതും ടാങ്കിന്റെ പൊടിയൊന്നുമില്ലേ, ഞാൻ പഞ്ചസാര ആയിരിക്കും. പഞ്ചസാര ഇവിടെ ഇരിപ്പുണ്ട്, പഞ്ചസാരയുടെ സൈഡിൽ അത്തായി നിൽപ്പുണ്ട്. നമുക്കിവിടെ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ കാണിക്കാം കേട്ടോ, പുറമൊക്കെ ഒന്ന് കാണിക്കാം. ആട് ജീവിതമൊക്കെ കാണിച്ചു തരാം. എന്റെ കൃഷി എന്നൊക്കെ ഉള്ളു, എന്റെ പെണ്ണുമ്പിള്ളയുടെ എന്റെ കൃഷിയാണ്. ഇത് ഇവരുടെ വീട് തന്നെ കേട്ടോ, ഇത് വാടകയ്ക്ക് കൊടുത്തേക്കണം. ഇതിപ്പോ ഈ ഇടയ്ക്ക് പണിതാ. ഞങ്ങളുടെ വീട് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ കൃഷിയും കാര്യങ്ങളും തന്നെയാണോ കൂടുതലുള്ളത്. കുരുമുളകിന്റെ കൃഷി, വാഴക്കൃഷി, അതുപോലെ തന്നെ റബ്ബർ, തെങ്ങ്, അങ്ങനെ എല്ലാ കൃഷികളും ഉണ്ട് ഇവിടെ. പത്തനംതിട്ട ജില്ലയല്ലേ, ഇപ്പൊ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വേണ്ട ഇവരിങ്ങനെ മറ്റേ പൈപ്പിനല്ലേ വെള്ളം. ഇത് പുകയില്ലാത്തടപ്പ് ഞാൻ വെച്ചാ കേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതാണ് ഇവിടുത്തെ വീട്, വാടക വീട്. എന്റെ പ്ലാസം പൊട്ട് ഞാൻ ചാണാനാണ് ഇട്ട് കൊടുക്കുന്നത്. പറ, ഉണക്കച്ചാണാനാണ് പ്ലാസം പൊട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉണക്കച്ചാള ഇട്ട് കൊടുക്കുന്നത്. കിണറിന് മണ്ടക്കൂടെ പടത്തി കെട്ടിയേക്കുന്നല്ലേ. കായൊക്കെ ഇത് പഴുപ്പായിട്ടില്ലല്ലേ? ഇല്ല. അത് ഇതിനെ പുറത്ത് എടുക്കുന്നപ്പോ എങ്ങനെ പറിക്കും? അത് ഇലയാണല്ലോ. ഇലയാണ്, അത് ഇലയാണ്. ഒരാളെ കാണിച്ചു തരാം കേട്ടോ, ഇവിടുത്തെ അമ്മച്ചമ്മ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്ക്. ഇത് വൈഫിന്റെ ഷെഹനയുടെ ഉമ്മയുടെ ഉമ്മായ അല്ലേ? ഒരു ഹായ് എടുത്തേ, ഒരു ഹായ് കൊടു ഇങ്ങനെ. അങ്ങോട്ടല്ല ഹായ്, ഇവിടെ വടിയും കുത്തി നിൽക്കുവാ. അത് പഴുത്തിട്ടില്ലല്ലോ, ഇത് പഴുപ്പായിട്ടില്ലല്ലോ. പഴുപ്പായിട്ടില്ല, അത് വിളയാനുണ്ടായിരുന്നത്. അത് ഞാൻ കണ്ടില്ല പിച്ചത്. അയാനാണോ? ഇവിടെ വേറൊരാൾ ഇപ്പൊ ഉണ്ട്, ഭയങ്കര ആടോ. ഇത് ഉമ്മായ കേട്ടോ, ഭയങ്കര ചമ്മല. ആട് ജീവിതവും അതിനകത്ത് 2 ആട്ടിൻകുട്ടികളുണ്ട്. കിളിക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഉമ്മായുടെ അത്തായുടെയും പരിപാടിയാണ്. ഈ മൈന കയറാൻ വേണ്ടിയേ മറ്റേ പുകയില്ലാത്തടുപ്പിന് ഞാനിവിടെ പൈപ്പ് ഇട്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാലൻസ് വന്നത്
ആ പൈപ്പ് എടുത്ത് അവർ മേളി വെച്ച് വെക്കുക. എന്നിട്ട് ഇങ്ങനെ കയറൊക്കെ ഇട്ടിട്ട് കെട്ടിയില്ല മേളിങ്ങനെ കിളി കയറുന്ന രീതിയിലേ ആക്കിയിട്ട്. പക്ഷെ കിളിയൊന്നും കയറുന്നില്ല. എന്താ കഴിഞ്ഞാ റെഡിയായോ? അടുത്ത പ്ലാസം പൂട്ട് വലിയ പ്ലാസം. ആടിനെ കാണിക്കാനിട വെട്ടമില്ല. എപ്പോഴും വെള്ളം വേണം. ഈ പ്ലാസം പൂട്ട് കിളിക്കാ ആവണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. ഇതാ ഇത് ഇത് പ്രാഷൻ ഫ്രൂട്ട്. ആ പ്ലാസം പൂട്ട് ഇത് കൃഷിഭവൻ ഓഫീസിൽ നിന്ന് കിട്ടുന്ന സാധനം. ഇത് യഥാർത്ഥ പ്ലാസം പൂട്ടാ. ഇത് ഞാനിരിക്കുന്നു പ്ലാസം പൂട്ടാ. എങ്ങും വേറെ എങ്ങും ഇതിലെ കുമ്പളങ്ങയുടെ പോലെ കുമ്പളങ്ങയുടെ സൈസ് പ്ലാസം പൂട്ടാണ്. ഇത് പൊട്ടിപ്പിച്ചേക്കുന്ന അത് പോയി. ഇത് പോയതാ. അത് ഞങ്ങൾ എടുത്തതാണ്. ഇത് കണ്ട് പ്രാഷൻ ഫ്രൂട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നിട്ട്. നല്ല വലിപ്പമുണ്ട്. ഇത് അതിന്റെ അത്ര ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഇത് പഴുപ്പായിട്ടില്ല. ഇല്ല പഴുപ്പായിട്ടില്ല. പഴുപ്പാകുമ്പോ എങ്ങനെയായിരുന്നു? 3 മാസം അതേ പ്ലാസം പൂട്ട് തന്നെ, അതേ കളർ തന്നെ പ്ലാസം. ഇതിലെ കുമ്പളങ്ങ മാതിരി കുമ്പളങ്ങയുടെ സൈസ് പ്ലാസം പൂട്ടാണ്. ഫ്രണ്ട്സ്, അത് പാഷൻ ഫ്രൂട്ട് ആണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പൊ പറഞ്ഞത് പാഷൻ ഫ്രൂട്ട് ആണെന്ന്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പാഷൻ ഫ്രൂട്ട് കാണുന്നത്. അപ്പൊ ഇക്കായും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഒന്ന് അറിയാവുന്ന ഫ്രണ്ട്സ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങൾ ആദ്യം കരുതിയത് കുമ്പളങ്ങ ആണെന്ന്. അപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുമ്പളങ്ങ അല്ല. അതിന്റെ ഇലയും കാര്യമൊക്കെ കാണിക്കുന്നത്. അങ്ങോട്ട് പടത്താനാ? അങ്ങോട്ട് പടത്താണ്. കൊല ഇതെന്തോ ഇതാ? ഇത് ഞാലിപ്പൂവനെ. പഴുപ്പായിട്ടില്ലേ? അമ്മാടെ എല്ലാം പാളാൻ തോടുമ്പോഴേ ഉമ്മ കട്ട കലിപ്പിലാണ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നാണക്കാരി. അപ്പൊ റബ്ബർ ഷീറ്റൊക്കെ ഉണക്കിയതൊക്കെ പെറുക്കി വെക്കുന്ന തിരക്കിലാണ്. ഇവിടെ കൂടുതൽ പത്തനംതിട്ടയില് റബ്ബർ ഷീറ്റിന്റെ കൃഷിയുണ്ട്. റബ്ബർ ഷീറ്റ്, തെങ്ങ്, മരച്ചീനി, അങ്ങനെ എല്ലാ കൃഷികളും ഉണ്ട്. ചേന, ചേമ്പ്, കാച്ചില്, മരച്ചീനി അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റബ്ബറിന്റെയും മരങ്ങളുടെയൊക്കെ ചൂട് കാരണം ഇപ്പം കൃഷികളൊക്കെ ഞങ്ങൾക്ക് വളരെ കുറവാണ്. കുറച്ച് കൃഷികൾ എന്നാലും ഇപ്പായും ഇമ്മായും ഇമ്മുമ്മായും കൂടെ ചെയ്യുന്നതാണ്. വേറെ വീട്ടിലുള്ളവർ തന്നെ ചെയ്യണ കൃഷികളാണ് ഇതൊക്കെ. അപ്പൊ ജസ്റ്റ് അതിന്റെ വീഡിയോ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ കൂടെയും അറിയിക്കാവുന്നതാണ്. ഇതേ കുരുമുളക് കയറ്റിട്ടുണ്ട്. കുരുമുളക് നട്ടിട്ടുണ്ട്. കുരുമുളക് പ്ലാസം പൂട്ടാണ് നിൽക്കുന്നത്. പ്ലാസം പൂട്ട് ഇതെല്ലാം പ്ലാസം പൂട്ടാണ്. ഇതെല്ലാം ഞങ്ങൾ കയറ്റുക. ഇത് ഷുഗർകാർ വന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഷുഗറിൻ്റെ അസുഖക്കാർ വന്ന് ചോദിച്ചാൽ 4 5 ഒക്കെ പറിച്ചു കൊടുക്കും. പൈസ ഒന്നും വാങ്ങിക്കത്തില്ല അവർ. 10 ട്രിപ്പൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കുറഞ്ഞ് കിട്ടും ഷുഗർ. ഇതൊക്കെ അങ്ങോട്ട് റബ്ബറാണ് കൂടുതൽ. ഇത് ചിന്നമാടാടാ അല്ലേ? വാഴകൃഷിയൊക്കെ ഉണ്ട്. വാഴകൃഷിയൊക്കെ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്ന. വാഴ അവിടെ വരെ ഉള്ളു. 4 പൊടി തെങ്ങുണ്ട്. ആ തെങ്ങ് നിൽക്കുന്ന അവിടെ വരെ ഉള്ളു സ്ഥലം അല്ലേ? ഇങ്ങനെ പിന്നെ ചേന കാച്ചിലും ഒക്കെ ഉണ്ട്. ചേനയും കാച്ചിലും ഒക്കെ ഉണ്ട്. എൻ്റെ കൃഷിയാണ് ഇത്. മറ്റേ ഇതില്ലേ എന്തോ ഇതുണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. വാവലടിച്ചോണ്ട് പോകും. അത് ഇത് കവർ കിട്ടിയിട്ടാണ്. പക്ഷെ അത് എവിടൊക്കെ എത്ര പൊക്കത്തിലൊക്കെ കേറാനും പറ്റൂല. അത് കയറാൻ പറ്റൂല. പൊക്കത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് കേറാനില്ലല്ലേ? ഇത് ചെറുത് മരമല്ലേ? അത് റംബൂട്ടാന്. റംബൂട്ടാൻ എവിടെ നിൽക്കുന്നത്? ഇതല്ലേ? ഇതൊക്കെ റംബൂട്ടാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കൊണ്ടുവന്നായിരുന്നു. വരിക്കത് നല്ലത്. നല്ല സാധനം. പുളിയില്ലേ? നമ്മള് പുകയില്ലാത്തടുപ്പിന്റെ പൈപ്പ് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചെയ്തതാ. ചേന ഇവര് നാട്ടിൽ വരുമ്പോ ഇതൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇനി വരുമ്പോ നമുക്ക് അതിന്റെ ഒരു വീഡിയോ എടുക്കാം. കൂടുതൽ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പാണ്. വേറെ ഒന്നുമല്ല, മരങ്ങളൊക്കെ ഒന്നാമത് കൂടുതലാണ്. പിന്നെ പത്തനംതിട്ട ഭാഗമല്ലേ, അവിടെയൊക്കെ നല്ല തണുപ്പൊക്കെയാണ്.
പക്ഷെ നമ്മൾ പുറത്തെ നഗരങ്ങളൊക്കെ ഇല്ലേ, അതായത് പുറത്തൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല ചൂട് കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥ, എപ്പോഴും നല്ല തണുപ്പൊക്കെ ആയിരിക്കും ഇവിടെയൊക്കെ. പിന്നെ ഫെബ്രുവരി മാർച്ച് ടൈമിൽ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിലും കിണറ്റിൽ വെള്ളം കാണുമെങ്കിലും ആ ടൈമിൽ കിണറ്റിലെ വെള്ളത്തിനൊക്കെ ഒരു ചേറിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പുറത്ത് പൈപ്പ് ലൈൻ ഉണ്ട്, പിന്നെ കുഴൽക്കിണർ അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കുഴൽക്കിണറില്ല, പൈപ്പ് ലൈന്, പിന്നെ ഈ പഞ്ചായത്തിൻ്റെയൊക്കെ കിട്ടൂല വെള്ളം, പഞ്ചായത്തിൻ്റെ വെള്ളം അതൊക്കെ നമ്മൾ എടുക്കണത് ആ ടൈമിൽ. ഇപ്പോഴും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വെള്ളം ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുക്കുന്നുണ്ട്, പിന്നെ പൈപ്പ് ലൈനിലും വെള്ളമുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കറിവേപ്പാണേ. കറിവേപ്പ് ഉണ്ട്, ഇഞ്ചി ഉണ്ടല്ലേ, അത് ഇഞ്ചി അല്ലേ? ചവിട്ടാ തൈ കുരുമുളക്. ഇത് ഇഞ്ചി, ഇതൊരു മറ്റേ സാധനല്ലേ? മഞ്ഞൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കൃഷികളാണ്. എല്ലാം ഒരുപാടൊന്നും ഇല്ല, എന്നാൽ എല്ലാ കൃഷികളും ഉണ്ട് താനും. മഞ്ഞൾ, ഇഞ്ചി, എല്ലാ കൃഷികളും ഉണ്ട്. മരങ്ങളായാലും എല്ലാ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ അത്യാവശ്യം ഒക്കെ ഉണ്ട്. അതെല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അവിടെ കിടന്ന് ഉറക്കമുണ്ട്, വയ്യനൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് വണ്ടി പിടിച്ചോണ്ട് വന്നിട്ടേ ഭയങ്കര ഓനാ വണ്ടി ഓടിച്ച മൊത്തമേ. സാധാ മഞ്ഞളും ഉണ്ട്, പിന്നെ കസ്തൂരി മഞ്ഞളും ഉണ്ട്. ആ കാണുന്ന ഇതില്ലേ ചെടി, ഇത് വന്നിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ്. അപ്പൊ കസ്തൂരി മഞ്ഞൾ കൂടുതൽ നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ അരച്ച് തേക്കൂലേ, അതും പിന്നെ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞള് അത് പുഴുങ്ങി പൊടിച്ചിട്ട് മഞ്ഞപ്പൊടിയായിട്ടൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയും, മനസ്സിലാവൂ? ഇതെങ്ങനെ മനസ്സിലാവൂ? തണ്ട് വലിയതണ്ട കേട്ടോ, അങ്ങനെ മനസ്സിലാണ്. മറ്റേ സാധാ ഇത് വ്യത്യാസം, തണ്ടിന് വലിപ്പം കൂടുതലുണ്ട്. പിന്നെ ഇത് വീണ്ടും ഇവിടൊക്കെ വാഴയൊക്കെയാ. ഊർക്കപ്പുളി ഇല്ല, അതിതല്ലേ? ഇത് നമ്മുടെ സാരഥി, നമ്മുടെ വണ്ടി കൂട്ടന് ചെളിയൊക്കെ ഞാൻ രാവിലെ കഴുകിയതാ. ഇവിടെ മഴയാ, ചെളി. ഇത് കഴിച്ചു. എത്ര പേരെ വായി വെള്ളം വന്നോ? വീടിയുണ്ട് പിന്നെ സൂപ്പർ പുളിയുള്ളു. എനിക്ക് ചീമപ്പുളി നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. അവൻ ആദ്യമായിട്ട് ഇങ്ങനെ മരത്തിന്ന് പിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത്, അല്ലാണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. അതിങ്ങനെ പറിച്ചിട്ട് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് കൊണ്ടുവരുന്നത്. രാവിലെ പത്തനംതിട്ട ഈ കായംകുളത്തു നിന്ന് ട്രെയിൻ കയറുവാണെങ്കിൽ വൈകിട്ട് ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴാണ് മലപ്പുറം പരപ്പനങ്ങാടിയിലെത്തുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ യാത്രയുണ്ട്. ഇതാണ് വൈഫ് ഹൗസ്. ആടുണ്ട്, ആടിന് വേണ്ടിയിട്ട് അപ്പോൾ പ്ലാവിൻ്റെ കുളയില്ലേ ഇതിങ്ങനെ അറുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഫ്രണ്ട്സ്, ഈ കാണുന്നത് മരച്ചീനിയാണ്. മരച്ചീനി എന്ന് പറഞ്ഞാലും ഇത് ചീനിയൊന്നുമില്ല, അതായത് കപ്പയൊന്നുമില്ല ഇതിൽ. ഇതൊരു മരം പോലെ ഇങ്ങനെ വളർന്ന് നിൽക്കും. അതല്ലേ ഫ്രണ്ട്സ്? അങ്ങനെ തന്നെ അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ അത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ. ഇതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും അറിയത്തില്ല, അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ വഴിയാണ്, നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയാണ്. ദത്തായുടെ വണ്ടി ഒരു കിളികൾ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇക്കയെ വിളിച്ചതാണ്. കിളിക്കൂട്, കിളി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് വല്ല ഒഴിവാക്കിയത്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറിയാണ്. അളിയും പോയോ? അളിയും നേരത്തെ സെറ്റിയെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു, എഴുന്നേറ്റ് പോയാന്തോ. ഇക്ക വന്നപ്പോഴത്തെ ആ കിളികളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉമ്മ കിടന്ന് വഴക്ക് പറയുന്നുണ്ട്, വിളിച്ചപ്പോൾ വന്നില്ലല്ലോ എന്നൊക്കെ. ഞാൻ അപ്പോൾ പറയാം കിളികൾ പോയെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മുമ്മ പറഞ്ഞ് കുറച്ച് നേരത്തെ വന്നിരുന്ന ഞാൻ കിളികളെ എടുക്കാമെന്നൊക്കെ പറഞ്ഞത് മിസ്സായിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അമ്മച്ചമ്മ ചായ കുടിക്കും കേട്ടോ.
ഈ കിളികൾ നമ്മള് വീട്ടിൽ ഉള്ളിലേക്ക് കയറി വന്ന് കയ്യിൽ നിന്ന് ഇങ്ങനെ കേക്ക് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഒക്കെ അത് പോയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും വീഡിയോ എന്താ അത് ഷൂട്ട് ആയിട്ടില്ലായിരുന്നു, വീഡിയോ നെക്കിയിട്ടില്ലായിരുന്നു. ഇതിന്റെ ഉമ്മുമായ ഞങ്ങൾ അമ്മച്ചമ്മന്നാ പറയണത്. പിന്നെ ഉമ്മുമ്മന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഗ്രാൻഡ്മ ഉമ്മാന്റെ ഉമ്മായ. ഇമ്മുമ്മ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. ഒരു പാട്ട് പഠിക്കേ പാടണോ? തുമ്പത്തിരുന്നു ഞായാലും പങ്കിടേ നിന്റെ ബാലഗോപാലനെ എണ്ണ പാടലി പാടലി. കണ്ടില്ലേ, നന്നായിട്ട് പാടൂലേ, നന്നായിട്ട് കുക്കൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് എന്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ചമ്മന്തിയാ, മുളക് ചമ്മന്തി. നന്നായിട്ട് കുക്ക് ചെയ്യും. അതിന് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഇടാം. കൊടുത്താലേ കഴിക്കത്തുള്ളൂ. ഇത് എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? എത്ര വർഷമായി? ഇപ്പൊ കുറെ വർഷം കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ തീറ്റിട്ട് കൊടുക്കും, അത് കഴിക്കും. ആ ഒരു രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, വൈകിട്ടും വരും. ഈ 3 നേരം ഇതുപോലെ തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. ഇമ്മുമ്മയെ ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. ഇമ്മുമ്മ നന്നായിട്ട് പാട്ടൊക്കെ പാടുവേ, മാഷാല്ലാ. ഞങ്ങളോടൊക്കെ നല്ല സ്നേഹമാണ് ഞങ്ങളുടെ ഇമ്മുമ്മയ്ക്ക്. പറയുമ്പോൾ തന്നെ കണ്ണ് നിറയുന്നുണ്ട്. ഞങ്ങളുടെ ഇമ്മുമ്മ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇനി നാട്ടിൽ പോകണം. ഇനിയിപ്പം മാർച്ച് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ഇമ്മമ്മയുടെ ഒരു ബ്ലോഗൊക്കെ ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ. വില കൂടുതലായാലും ഞങ്ങൾ മാറ്റോട്ട് കൊടുക്കും. ഒരു പാക്കറ്റ് 100 രൂപ ആയാലും മാറ്റോട്ട് കൊടുക്കും. ഞാൻ വിചാരിച്ചത് അമ്മച്ചമ്മക്ക് കഴിക്കാൻ വേണ്ടി അമ്മച്ചമ്മ കഴിക്കത്തില്ല, കൊടുക്കാൻ അമ്മച്ചമ്മയും പറയും. ആ കിളികള് ഇങ്ങനത്തെ ഫുഡേ കഴിക്കത്തുള്ളൂ. ചോറ് അതൊന്നും കഴിക്കൂല. അപ്പൊ ഇങ്ങനെ കേക്ക് മാത്രമേ കഴിക്കത്തുള്ളൂ. അതിന് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കും. അവത്തങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കേക്ക് ഇങ്ങനെ നുള്ളിപ്പറിച്ചിട്ട് കൊടുക്കും. അവത്തങ്ങൾ കഴിച്ചിട്ട് പോകും. നമ്മുടെ കയ്യിലൊക്കെ വെച്ച് കൊടുത്താൽ അത് വന്നിങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷെ നമുക്ക് പിടിക്കാൻ അതിന് പേടി. നമ്മൾ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ പറന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കലക്കി വെച്ചേക്കണേ, ഒരു കലക്കില്ല. ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.